ഹലോ ഫ്രണ്ട്സ്, ബ്ലൂമിൻടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് റിവ്യൂ ആയിട്ട് തന്നെയാണ്. നമ്മുടെ ഹോണറിന്റെ പുതിയ ഫോണായ ഹോണർ 10 ലൈറ്റിന്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണർ 10 ലൈറ്റിൻ്റെ ബോക്സ് വരുന്നത്. ചെറിയൊരു മോഡൽ ഇവരോട് കൊടുത്തിട്ടുണ്ട് ഫോണിൻ്റെ. നമ്മുടെ ഈ സീരീസിൽ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇതിനകത്ത് ഡ്രോപ്ലെറ്റ് നോച്ച് വരുന്നത്. മറ്റുള്ള ഫോണുകളൊക്കെ കുറച്ചുകൂടി വലിപ്പമുള്ള നോച്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ചെറിയൊരു വാട്ടർ ഡ്രോപ്ലെറ്റ് നോച്ചാണ് വരുന്നത്. പിന്നെ നമ്മുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ 8X പോലെ തന്നെ അത്യാവശ്യം സെയിം ഉള്ളൊരു ബാക്കാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കളർ ചേഞ്ച് ഇത്തിരി വ്യത്യാസമുണ്ട്. അതായത് 8Xൻ്റെ ഡുവൽ ടോൺ ടൈപ്പ് കളറാണ് വരുന്നത്. അതായത് ഒരു സൈഡിൽ വേറെ കളറും ഇവിടെ വേറെ കളറും വന്നത്. ഇതിനകത്ത് വരുന്ന ഗ്രേഡിയൻ ടൈപ്പ് മോഡൽ കളർ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫോൺ വരുന്ന ബാക്കിലും ഫ്രണ്ടിലും വരുന്ന വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ സ്ക്രീനിൻ്റെ സൈസുള്ള അത് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ കയ്യിലുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് 4GB റാമിൻ്റെയും 64GB റോമിൻ്റെയും വേരിയൻ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിന് വേറൊരു വേരിയൻ്റ് വരുന്നത് 64GB റോമിൻ്റെയും 6GB റാമിൻ്റെയും ഒരു വേരിയൻ്റ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഫോണിൻ്റെ വില വരുന്നത് 14,000 രൂപയാണ് വരുന്നത്. പക്ഷേ അതുപോലെ തന്നെ 6GB വേരിയൻറ്റിൻ്റെ വില വരുന്നത് 18,000 വില വരുന്നത്. അതുപോലെ തന്നെ ഈ ഫോൺ 4 ടൈപ്പ് കളർ ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ളത് മിഡ് നൈറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റിൻ്റെ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. പല മോഡലുകളിൽ വരുന്ന ഇങ്ങനെ 4 മോഡലിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനുകൾ നമ്മുടെ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ ഇതിൻ്റെ ക്യാമറ വരുന്നത് 13 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ്. അതായത് 24 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സെൽഫി ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളതൊക്കെ ആണെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് 3400 mAh ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഫോണിനുണ്ട്. പിന്നെ നോക്കണമെങ്കിൽ ഇതിൻ്റെ വില ഇതുമേ കൊടുത്തുന്ന വില വേണ്ട, ഇത് ചെറിയ ചേഞ്ച് ഉണ്ട് നമുക്ക് വിലയുടെ. അതുപോലെ തന്നെ നമുക്ക് ഈ ബോക്സിനകത്ത് വരുന്നത് നമ്മുടെ ഹാൻഡ്സെറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാർജർ വരുന്നുണ്ട്. നമ്മുടെ ചാർജർ സാധാ ഒരു മൈക്രോ USB ടൈപ്പ് ചാർജറാണ് വരുന്നത്. അത്യാവശ്യം വ്യത്യാസമൊന്നുമില്ല, സി ടൈപ്പ് ഒന്നുമല്ല. ഒരു 5 വാട്ട് 2 ആംപിയറിൻ്റെ ഒരു ബ്രിക്ക് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു TUPയുടെ ഒരു കവർ വരുന്നുണ്ട്, ഒരു കേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ കേബിൾ നമ്മളൊരു 1.5 മീറ്റർ ലെങ്ത്തുള്ള ഒരു മൈക്രോ USBയുടെ ഡാറ്റ കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു സിം ഇജക്ടർ ടൂൾ വരുന്നുണ്ട്. നമ്മുടെ ഈ ബോക്സ് നമ്മൾ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഫോണില്ല, ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. ഇത്ര കാര്യം നമ്മുടെ ബോക്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ ബോക്സിൻ്റെ 2 സൈഡിൽ ഇതിൻ്റെ ഹോണർ 10 ലൈറ്റിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അതുകൊണ്ട് ഇതിനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ. ഫോൺ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രീൻ സൈസ് വരുന്നത് 6.21 സ്ക്രീൻ സൈസ് വരുന്നത്. അതുപോലെ തന്നെ പിക്സൽ ഡെൻസിറ്റി വരുന്നത് 415 ppi ആണ് വരുന്നത്. നമ്മുടെ ഫോണിന്റെ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ HD 1080p റെസൊല്യൂഷൻ വരുന്നത്. നമ്മുടെ ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു അട്രാക്റ്റീവ് നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ഉണ്ട്. ബാക്ക് സൈഡ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറും അതുപോലെ തന്നെ ഡുവൽ ക്യാമറ ബാക്കിലാണ് നമ്മൾ വരുന്നത്. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോണിന്റെ അടിഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ അടിഭാഗത്ത് വരുന്നത് 3.5mm ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൈമറി മൈക്ക് വരുന്നുണ്ട്. നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു മൈക്രോ USB പോർട്ട് അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സ്പീക്കറൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫോൺ ബാഗിന്റെ ഈ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് നമ്മുടെ പവർ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വോളിയം ബട്ടൺസും അവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫോണിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് നമ്മുടെ സിം ഇടാനുള്ള ഭാഗം, അതായത് ഹൈബ്രിഡ് സിമ്മാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സെക്കൻഡറി മൈക്കും മുകൾ ഭാഗത്താണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫോണിന്റെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഫംഗ്ഷൻ കീസുകളൊന്നും ഇല്ല, വെറുതെ പ്ലെയിൻ ആയിട്ട് കിടന്ന ഒരു ഭാഗമാണ്. അതായത് ഇതിനകത്ത് ഫേസ് റെക്കഗ്നൈസും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറും ഉണ്ട്, എനേബിൾ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. ഇതിന്റെ പ്രൊസസ്സർ വരുന്നത് കിരന്റെ 710 ആണ് വരുന്നത്. ഇതിന്റെ ക്ലോക്ക് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2.2 GHz ഉണ്ട് ഇതിന്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ വേരിയന്റ് 4GB 64GB വേരിയന്റ് നമ്മുടെ ഉള്ളത്. ഇതിന്റെ EMUI വരുന്നത് 9 ആണ് വരുന്നത്. ഇപ്പൊ ഹോണറുടെ പ്രത്യേകത ഇവരുടെ EMUI എന്ന് പറയുന്നത് 9 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പറേറ്റ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ്, അതായത് 9 Pi ആണ് ഇതിന്റെ ഓപ്പറേറ്റ് സിസ്റ്റം വരുന്നത്. നല്ല രീതിയിലുള്ള നല്ല പെർഫോമൻസ് ഉണ്ട് നമ്മുടെ ഫോണിന്.
പിന്നെ നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 415 ppi പിക്സൽ ഡെൻസിറ്റി വരുന്നത്, അതുപോലെ തന്നെ IPS LED ഡിസ്പ്ലേ വരുന്നത്. നല്ല പെർഫോമൻസ് നമ്മുടെ അമലോഡിന്റെ ഒരു ഏകദേശം നമ്മുടെ അമലോഡിന്റെ ഒക്കെ പോലെ ഇതിന്റെ സ്ക്രീൻ എന്ന് പറയാൻ. പിന്നെ നമ്മുടെ ഫോണിൽ ചെറിയ അത്യാവശ്യം വെയിറ്റ് ഒന്നുമില്ല, ഒരു 162 ഗ്രാമേ വെയിറ്റ് ഉള്ളൂ. അത്യാവശ്യം നല്ല കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന സ്ലിം ഫോണാണ്. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് ആയാലും നല്ല പെർഫോമൻസ് ഉണ്ട്. ഗെയിം നമ്മുടെ PUBG ആയാലും അതുപോലെ തന്നെ ആസ്ഫാൾട്ടും നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഹാങ് ഒന്നും ഇല്ല, ഹീറ്റിങ്ങോ ഓവർ ഹീറ്റിങ്ങോ അതൊന്നും ഇല്ല, നോർമൽ പോലെ തന്നെ. പിന്നെ നമ്മുടെ ഈ ഫോണിൽ നോച്ച് വരുന്നത് വാട്ടർ ടോപ്പ് മോഡൽ നോച്ച് വരുന്നത്. ഇപ്പോൾ ഈ സീരീസിലെ ആദ്യത്തെ നോച്ചാണിത്. നല്ല അടിപൊളി ലുക്കാണ് ഇത് കാണാൻ. നമ്മുടെ സ്പീക്കർ ഭാഗമായാലും നമ്മുടെ നോച്ചിന്റെ മുകളിൽ ഇതിന്റെ സെക്കൻഡ് സ്പീക്കർ ഒക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ഫോണിന്റെ ക്യാമറ ക്ലാരിറ്റി വരുന്നത് ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. അതായത് 13 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ നമ്മുടെ ഫോണിലുള്ളത്. അതുപോലെ തന്നെ കുറെ മോഡുകൾ അതിനകത്ത് ഉണ്ട്. അപ്പേച്ചർ മോഡ്, നൈറ്റ് മോഡ്, പിന്നെ പോർട്രേറ്റ് മോഡ്, നമ്മുടെ സാധാ വീഡിയോ മോഡ്, ഫോട്ടോ മോഡൊക്കെ. ഇതിന്റെ റെസൊല്യൂഷൻസ് ഒക്കെ വരുന്നത് ഫുൾ HD റെസൊല്യൂഷൻസ് വരുന്നത് 1080p തന്നെ. അതുപോലെ തന്നെ 30 ഫ്രെയിം പെർ സെക്കൻഡും ഉണ്ട്, 60 ഫ്രെയിം പെർ സെക്കൻഡും നമ്മളിലുണ്ട്. പിന്നെ പ്രോ മോഡ് അങ്ങനെ കുറെ മോഡുകളൊക്കെ ഇതിനകത്ത് ഉണ്ട്. പിന്നെ നമ്മുടെ ഫോണിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ എന്ന് പറയുന്നത് 24 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വരുന്നത്, അതും 1080 റെസൊല്യൂഷനിൽ വരുന്നത്, അതും 30 ഫ്രെയിം പെർ സെക്കൻഡാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് നമ്മുടെ ഈ ഫോണിനുണ്ട്. ഇപ്പൊ 4GB വേരിയന്റ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ഉണ്ട്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 2.5 GHz നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. ഈ വിലയിലൊക്കെ നല്ലൊരു ഫോണാണ് ഈ, അതായത് 14,000 രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. നമ്മുടെ ഈ ഫോണിന്റെ ബാക്കിൽ നമുക്ക് ഇതിനകത്ത് ക്യാമറയുടെ കാര്യത്തിൽ നമ്മൾ പറയാൻ പറ്റിയ കാര്യം ക്യാമറ എനേബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോണിന്റെ ബാക്ക് ഭാഗമായാലും ഫ്രണ്ട് ഭാഗമായാലും ഒരു കെർവ് ലുക്കാണ് വരുന്നത്. നമ്മുടെ ഫോണിന്റെ 2.5D കെർവാണ് ഇത് വരുന്നത്. കയ്യിലൊക്കെ സ്മൂത്ത് ആയിട്ട് ഒതുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തിന്റെ മോൾ ഭാഗം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു കെർവ് ഡിസൈൻ, അതായത് ഒരു ഗ്രേഡിയൻ കളറാണ് വരുന്നത്. അതായത് സിൽവറും ബ്ലാക്ക് ഒക്കെ മിക്സ് ആയ ഒരു ഗ്രേഡിയൻ കളറാണ് മോൾ ഭാഗത്ത് വരുന്നത്. നല്ലൊരു സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് വാങ്ങുന്നത്. അതായത് ഒരു 14,000 രൂപ റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫോണാണ്. നല്ല ക്യാമറ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ. ഇപ്പം നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിലോ അതേപോലെ തന്നെ സെൽഫി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ലൊരു ഫോണാണ്. അധികം വെയിറ്റ് ഇല്ല, നിസ്സാര വെയിറ്റ് ഫോൺ വരുന്നുള്ളൂ. നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ഉണ്ട് ഫോണിന്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസും അൺബോക്സിംഗ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ